ഇതാര് പറയണം? സത്യമായും ഉയർത്തെഴുന്നേറ്റോ? സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ കണ്ടോ, നമ്മൾ ഈ ഇടയ്ക്ക് പാടാറുള്ള പ്രാർത്ഥിക്കാറുള്ള കർത്താവ് പട്ടാങ്ങിയായ ഉത്ഥാനം ചെയ്തു, കർത്താവ് പട്ടാങ്ങിയായ ഉത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞാൽ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. കാര്യം ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഈ മരിച്ച ആളെങ്കിലും ഉയർക്കണേ. ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചേ. ഇപ്പോൾ ഈ സ്വാമി, ഈ പൂജാരി എന്നോട് പറയണേ, ഈ പൂജാരി എന്നോട് പറയണം, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റോ? എന്നാൽ അദ്ദേഹം സത്യമായും ദൈവം തന്നെയാണല്ലോ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും അതിരം തുറന്ന് പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ. എല്ലാവരും യേശുവേ. പ്രൈസ് ദ ലോർഡ്. നല്ല രസമുണ്ടാകാൻ വിളിക്കാനില്ലേ? വിളിക്കുമ്പോൾ എല്ലാം എന്തൊക്കെ ഓർക്കണം നിങ്ങൾ? അവർ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ യേശു മരിച്ചു, യേശു അടക്കി, യേശു ഉയർത്തു, യേശു സ്വർഗാരോഹണം ചെയ്തു, യേശു വീണ്ടും നമ്മോടൊപ്പം ഇപ്പോൾ വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഈ യേശു നാമം വിളിക്കുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഈ സമരിയാക്കാരിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായ പോലെ, അങ്ങനെ സുവിശേഷത്തിൽ ഒരുപാട് ആളുകൾ ആരെല്ലാം യേശുവിനെ കണ്ടോ അവരുടെ ജീവിതം മാറി. ജീവിതം മാറി. നമ്മൾ എന്തെല്ലാം ദുർനടപ്പുകാരാണെങ്കിലും യേശു വന്നിരിക്കുന്നത് ആ ദുർനടപ്പിൽ നിന്നും നമ്മെ രക്ഷിക്കാനാണ്. യേശു കരുണയാണ്, യേശു സ്നേഹമാണ്. യേശുവിൻ്റെ ആ കരുണ എന്ന വാക്കിന് അർത്ഥം തന്നെ അവൻ പാപികളെ സ്നേഹിക്കുന്നു എന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഈ മത്തായി തന്നെ എഴുതിയിരിക്കുകയാണ്. മത്തായി ഒരു വലിയ പാപിയായിരുന്നു. മത്തായി ആ നാട്ടുകാർക്കൊന്നും ഇഷ്ടമുണ്ടായില്ല. മഹാമോശം തോന്നി. അന്യായ പലിശ മേടിച്ച് ഒരു ബ്ലേഡ് കമ്പനി പോലെ നടത്താൻ ഒരാളും അവൻ്റെ വീട്ടിൽ പോലും കയറില്ല. അവൻ്റെ സമുദായത്തിൽ അങ്ങനെ ഇരിക്കെ യേശു എങ്ങോട്ട് ചെല്ലണു? മത്തായിയുടെ വീട്ടിലേക്ക്. മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കണം, ഇയാളെവിടെ പോണത്? ഇയാളീ കള്ളൻ, ഈ കൊള്ളൻ, ഈ അന്യായ പലിശ മേടിക്കുന്ന, ഈ ഒന്നിനും കൊള്ളരുതാത്ത ഈ മത്തായിയുടെ വീട്ടിൽ ഇയാൾ പോണെന്തിനാ? ആളുകളൊക്കെ വീടിന് ചുറ്റും ഈശോയുടെ ശിഷ്യന്മാരൊക്കെ അവിടെ പുറത്ത് നിൽക്കണ്ട്. അവരോട് പറഞ്ഞു, നിന്റെ ഗുരു എന്തുകൊണ്ടാണ് ഈ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷിക്കാനിരിക്കണേ? ഇത് തെറ്റാണ്. ഇത് കേട്ടപ്പോ യേശു പതുക്കനെ അവിടെ നിങ്ങോട്ട് പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നേറ്റു പറഞ്ഞത്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. യേശുവേ. എല്ലാവരും യേശു വന്നു. എന്തിനാ വന്നത്? നീതിമാന്മാരെ വിളിക്കാനല്ല.
ഒന്നുകൂടി പറഞ്ഞ എല്ലാവരും, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. പാപികളെ വിളിക്കാനാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. എന്തിനാണ്? ആ സ്നേഹം നിങ്ങളിലേക്ക് അങ്ങ് ലയിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അതാണ് യേശു. ആ യേശു മത്തായിയുടെ വീട്ടിലേക്ക് വന്നു. മത്തായിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടിലോ? ഈ പരമപരിശുദ്ധനായ യേശു പാപിയായ എൻ്റെ വീട്ടിലോ? വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷെ സത്യമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? മത്തായിയിൽ ഉള്ള പാപം, അതിനെ അന്ധകാരം എന്ന് പറയാം. നമുക്ക് അന്ധകാരം എന്ന് വിചാരിച്ചോ? യേശു ആരാണ്? പ്രകാശമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു ആരാണ്? പ്രകാശമാണ്. മത്തായിയിൽ ഇപ്പോ എന്താണുള്ളത്? അന്ധകാരം, പാപാവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളിലും, മക്കളിലും, ഭർത്താവില്, ഭാര്യയില്, അമ്മായിയമ്മയിൽ, അമ്മായിയപ്പൻ, നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ അന്ധകാരമുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ. വിഷമിക്കേണ്ടെന്നാ പറയണത്. അന്ധകാരമുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടാവില്ലേ? ചിലപ്പോൾ രാത്രി ചെല്ലുമോ? നിങ്ങൾ രാത്രി എത്തുമായിരിക്കും അല്ലേ? 10-12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എത്തണത്. വീട് നിറഞ്ഞ് അന്ധകാരമാണ്. പക്ഷേ നിങ്ങൾക്കറിയാം ആ സ്വിച്ച് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ വിളക്കിടുന്ന, ലൈറ്റിടുന്നതിൻ്റെ സ്വിച്ച് ആ വാതിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ? അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും വാതിലിൻ്റെ തൊട്ടടുത്തായിരിക്കും സ്വിച്ച്. ശരിയാണോ അല്ലയോ? ഒന്നില്ലെങ്കിൽ മുറിക്ക് പുറത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മുറിയുടെ അകത്ത് കിടന്നാൽ നമുക്കറിയാം ആ വലത് കശി എവിടെ പിടിക്കണം, അവിടെ സ്വിച്ച് ഉണ്ട്. നമുക്കറിയാം അവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന്. അവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് അറിയോ? ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ വീട്ടിൽ മുറിയിൽ കടന്നാൽ എവിടെയാ സ്വിച്ച്? ഇടതുവശത്തോ വലതുവശത്തോ? വാതിലിങ്ങനെ തുറന്നു, അടുത്ത് കൈ ഇങ്ങനെ കൈപ്പാങ്ങെന്ന് പറയും, അവിടെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വിച്ച് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രകാശം വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അന്ധകാരം പോകുന്നു. ഇതുപോലെയാണ് യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾ സ്വിച്ചിട്ടു. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. ഈ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിലും സ്വിച്ച് നിങ്ങളുടെ കയ്യിലാണ്. സ്വിച്ച് നിങ്ങളുടെ കയ്യിലാണ്. പള്ളിവാസൽ പവർ ഹൗസിൽ നിന്നുള്ള കണക്ഷനാണ്. പക്ഷേ വീട്ടിൽ രാത്രി ചെന്നപ്പോൾ അന്ധകാരമാണ്. എന്നാൽ നമുക്ക് നല്ല അറിവുണ്ട്, ഇവിടെ ഇലക്ട്രിക് പവർ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ സ്വിച്ച് ആരുടെ കയ്യിലാ? നമ്മൾ സ്വിച്ചിട്ടാലേ പ്രകാശം വരികയുള്ളൂ. എന്നുപോലെ കർത്താവ് യേശു മിശിഹ വലിയ പവർ ഹൗസാണ്. ഈ പവർ ഹൗസിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതോടൊപ്പം വേറെ എന്തുണ്ട്? സ്വിച്ചും ഉണ്ട്. ഈ സ്വിച്ച് ഇടണം, ഈ സ്വിച്ച് ഇടണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം ഇത്രയും പറഞ്ഞാൽ മതി. യേശുവേ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സ്വിച്ചിട്ടു. സ്വിച്ച് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രകാശം പരക്കുന്നു. പ്രകാശം പരക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്ധകാരം പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി സ്വിച്ചിട്ടു. മത്തായി സ്വിച്ചിട്ടോ? മത്തായി സ്വിച്ചിട്ടു. മത്തായി യേശുവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഈ യേശു വിശുദ്ധ ബലി അർപ്പിക്കണ പോലെയാണ്. ഈ വിശുദ്ധ ബലി അർപ്പിക്കണതിന് ചുറ്റും നമ്മളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കണ പോലെ യേശുവിന് ചുറ്റും ഇരുന്ന് മത്തായിയും അവരുടെ കൂടെയുള്ള എല്ലാ പാപികളും ഭക്ഷണം കഴിക്കാനിരിക്കണം. യേശുവുമായിട്ട് ഒരു വലിയ സ്നേഹബന്ധം. അന്ന് വൈകുന്നേരത്ത് യേശു വീട്ടിൽ നിന്ന് പോകുമ്പോൾ മത്തായി പറഞ്ഞു, യേശുവേ എന്നോട് ക്ഷമിക്കണേ,
ഞാൻ ഇന്ന് വരെ അങ്ങയെ അറിഞ്ഞില്ല. ഞാൻ ഇന്ന് വരെ ഒരുപാട് തിന്മകളിലായിരുന്നു. ഇനി മേലിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ല. യേശുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു പ്രകാശം അവൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി. അവൻ്റെ ഹൃദയത്തെ യേശു അവൻ്റെ ഹൃദയത്തെ ഏറ്റെടുത്തു. മത്തായി പറഞ്ഞു, കർത്താവായ യേശുവേ, എന്നെയും കൂടി നിന്റെ ടീമിൽ ചേർക്കാമോ? ഇവിടെയുള്ള കുറേ പേര് ഇപ്പോൾ വട്ടായത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ചോ എന്നെയും കൂടി അഭിഷേകാഗ്നി ടീമിൽ ചേർക്കാമോ? പ്രാർത്ഥിച്ച് നോക്കട്ടെ. പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ കർത്താവ് പറയാണ്, വരുവിൻ, എന്നെ അനുഗമിക്കുക എന്നാണ് അച്ഛൻ കേട്ടെങ്കിൽ നീ പോന്നോ, ധൈര്യമായിട്ട് പോന്നോ, ജോലിയൊക്കെ വിടട്ടെ, എല്ലാം വിട്ടോ അതാണ് മാത്രം ചെയ്തത്. ഈ മത്തായി എന്ത് ചെയ്തു? അയാൾ റോമാ